ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബൈബിൾ സർവേയുടെ ഈ ക്ലാസ്സിൽ റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ പഠനമാണ് തുടരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7-ാം അധ്യായം പഠിച്ച് തുടങ്ങിയിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6-ാം അധ്യായത്തിൽ എങ്ങനെയാണ് നാം ജഡത്തിൻ്റെ മേൽ ജയം എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് പഠിച്ചത്. 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ജഡജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധി ക്യാൻസൽഡ് ആകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു. നമ്മെ ദൈവം ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. ആ പൊസിഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവിടെ ഉറച്ചിരിക്കാതെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ലഭിച്ച വിശുദ്ധി ക്യാൻസലായി, നെഗറ്റീവായി നഷ്ടപ്പെട്ടു പോകും. അതിനാണ് 7-ാം അധ്യായം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ന്യായപ്രമാണം സംബന്ധമായി നാം മരിച്ചിരിക്കുകയാണ്. നമ്മളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു. ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു വ്യക്തത കിട്ടുമ്പോൾ നമ്മൾ പല ആളുകളെ അന്വേഷിച്ച് നടക്കും. അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണും. പിന്നെ അദ്ദേഹം പറയുന്നതാണ് നമ്മളുടെ പ്രമാണം. അല്ലെങ്കിൽ ഒരു സഭയിൽ ചെന്ന് ചേരും, ആ സഭയിലെ പാസ്റ്റർ പറയുന്നതാണ് നമ്മളുടെ പ്രമാണം. ഞാൻ സഭകൾക്കെതിരെ കലഹം ഉണ്ടാക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല. നമ്മളുടെ കർത്താവും നമ്മളുടെ ഉടയവനും നമ്മളെ രക്ഷിച്ചവനും നമ്മൾ വന്ന് ചേർന്നതും എല്ലാം എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമ്മെ നയിക്കുവാനും നമ്മളെ നിലനിർത്തുവാനും യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, നമ്മൾ ദൈവം നമുക്ക് തന്ന വേദപുസ്തകത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം പലപ്പോഴും ഇങ്ങനെയുള്ള നേതാക്കന്മാർ എഴുതിയ വ്യാഖ്യാന പുസ്തകങ്ങൾക്ക് നൽകും. കാരണം അതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ജീസസ് ക്രൈസ്റ്റ്, നോ ബുക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ ബൈബിൾ ആൻഡ് നോ ഡോക്ട്രിൻ ഗ്രേറ്റർ ദാൻ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലേക്ക് വന്ന ഒരാൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. അതുപോലെ തന്നെ വേദപുസ്തകം വായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ആ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഇതൊരു മനുഷ്യൻ്റെ ദുര്യോഗമാണ്. മനുഷ്യർക്കെല്ലാം മാതൃകയുള്ള മനുഷ്യരെ വേണം, ഉപദേശം കൊടുക്കുന്ന മനുഷ്യരെ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിയമവാദികളായിട്ട് മാറും. വി വിൽ ബിക്കം ലീഗലിസ്റ്റ്. നമ്മൾ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ട് ജീവിതം നന്നാക്കാം എന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമുക്കൊരു ന്യായപ്രമാണം ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ 7-ാം അധ്യായത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശക്തി, അധികാരം, ദി അതോറിറ്റി ഓഫ് ദ ലോ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് മിനിസ്ട്രി ഓഫ് ദ ലോ. മൂന്നാമതായിട്ട് ഇന്നബിലിറ്റി ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിന് ചില അധികാരങ്ങളുണ്ട്. രണ്ടാമത് ന്യായപ്രമാണത്തിനൊരു ശുശ്രൂഷയുണ്ട്. മൂന്നാമത് ന്യായപ്രമാണത്തിന് പരിമിതികളുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ന്യായപ്രമാണത്തിൻ്റെ അധികാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളതിന് വിധേയപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ എന്തുള്ളൂ? അധികാരമുള്ളൂ. അതൊരു വിവാഹ ജീവിതത്തിൻ്റെ ഉദാഹരണമാണ് പൗലോസ് നമുക്കവിടെ നൽകിയിരുന്നത്. ന്യായപ്രമാണം ഭർത്താവും വിശ്വാസി ഭാര്യയും. ഭർത്താവ് മരിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ന്യായപ്രമാണം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ന്യായപ്രമാണം നല്ലതാണ്, വിശുദ്ധമാണ്, ആത്മീയമാണ്, അല്ലേ? ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ആരാ മരിച്ചത്? ന്യായപ്രമാണമല്ല മരിച്ചത്, ഞാൻ മരിച്ചു. എന്നാൽ മരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവൻ ആയി. ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ ഇനി കപ്പാസിറ്റി, കഴിവ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു ചോദ്യം വരും, എന്നാൽ ന്യായപ്രമാണം എന്തിന്? അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് ദി മിനിസ്ട്രി ഓഫ് ദ ലോ? പിന്നെ എന്തിനാണ് ന്യായപ്രമാണം? ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? നമ്മൾ 2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒന്ന്, ന്യായപ്രമാണമാണ് പാപത്തെ വെളിപ്പെടുത്തുന്നത്. ദ ലോ റിവീൽസ് സിൻ. 7:7 വായിക്കാം. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു പോകുന്നത് നല്ലതാണ്. 7:7. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാൾ വരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. ഞാൻ പാപിയാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അതാണ് അതിൻ്റെ മിനിസ്ട്രി. രണ്ടാമത് 3-ാം അധ്യായത്തിൻ്റെ പുറകോട്ട് പോയി 3:20 വായിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കണക്റ്റഡ് ആകാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ വീണ്ടും വായിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ
ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപത്തിന്റെ പരിഹാരമല്ല, പരിജ്ഞാനം. ഇത് ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് അപകടവും ഇല്ല. കാരണം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങളായതുകൊണ്ട് പല പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറെ കൂടി വ്യക്തത നമ്മുടെ ഉള്ളിലുണ്ടാകും. ന്യായപ്രമാണത്തിന്റെ പരിഹാരമല്ല വരുന്നത്, പിന്നെന്താണ് വരുന്നത്? പരിജ്ഞാനം. എനിക്ക് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ ഞാൻ ന്യായപ്രമാണം നോക്കണം. അതൊരു കണ്ണാടി പോലെയാണ്, അതൊരു മെഡിക്കൽ ലബോറട്ടറി പോലെയാണ്. അതിലേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ ഷേപ്പ് എന്താണ്, എൻ്റെ രോഗം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ കണ്ണാടി നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ച് തരികയില്ല. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണം, അല്ലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ലാബിൽ നിന്ന് മരുന്ന് കിട്ടുകയില്ല, രോഗവിവരം മാത്രമേ കിട്ടുകയുള്ളൂ. മരുന്ന് കിട്ടണമെങ്കിൽ ആരെ കാണണം? ഡോക്ടറെ കാണണം. അതുകൊണ്ടാണ് ന്യായപ്രമാണം നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് നടത്തുവാൻ ഒരു ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ മിനിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കുറ്റം പറയുക, നമ്മുടെ പാപം എന്താണെന്ന് വെളിപ്പെടുത്തി തരിക, നമ്മൾ പാപിയാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും നമ്മൾ വായിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതോടുള്ള ബന്ധത്തിൽ. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. പാപം ലംഘനമാണെങ്കിൽ ലംഘിക്കാനൊരു പ്രമാണം വേണം. ഒടി സിന്നെന്ന് ചോദിക്കുമ്പം ലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ ലംഘിക്കണമെങ്കിൽ പ്രമാണം വേണമല്ലോ. അപ്പം ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനമില്ല. സോ പാപത്തെ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പാപത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം വെച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അത് മോഹത്തെ ജനിപ്പിക്കുന്നു. 8-9 വാക്യങ്ങൾ, 7-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഇറ്റ് എറോസസ് സിൻ. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവം. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകും. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവം. പാപം അവിടെ ശരീരത്തിൽ അതിൻ്റെ പ്രമാണമായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ അത് ജീവൻ വെക്കണമെങ്കിൽ എന്ത് വേണം? അത് ചെയ്യരുതെന്ന് പറയണം. എന്തെങ്കിലും ഒരു പ്രമാണം ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്, അത് ലംഘിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകും. 7-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ അവിടെ പറഞ്ഞത് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കരുതെന്ന് എഴുതി വെച്ചേക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കണമെന്ന് തോന്നും. തൊടരുതെന്ന് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും സന്തോഷമില്ലെങ്കിലും പിള്ളേരോട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറിയേച്ച് ഇങ്ങോട്ട് വരുമ്പം പിള്ളേരെല്ലാം ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇവിടെ ഈ വെള്ളത്തിൽ കളിക്കരുത് എന്ന് പിള്ളേരോട് പറഞ്ഞേച്ച് ഇങ്ങോട്ട് മാറിയാൽ തീർച്ചയായിട്ടും ഇത്ര കഴിയുമ്പോൾ അവർ വെള്ളത്തിൽ കളി തുടങ്ങിയിരിക്കും. അപ്പം അരുതെന്ന് കേൾക്കുന്ന ഉടനെ അത് ഒന്ന് ലംഘിക്കണം, അതൊന്ന് ചെയ്യണം എന്നുള്ള പ്രവണത നമ്മുടെ എല്ലാം മനസ്സിൽ ഇരിപ്പുണ്ട്. അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. വെള്ളത്തിൽ കളിച്ചാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇരുന്നാൽ എന്ത് സംഭവിക്കും, തൊട്ടാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ചിന്ത, ഈ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് അരുതെന്ന് പറഞ്ഞതെല്ലാം ലംഘിക്കാനുള്ള ഒരു പ്രവണത. അപ്പം ആ അരുതെന്നുള്ള നിയമം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അത് ലംഘിക്കാനുള്ളൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വന്നത്. അതുതന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 56-ാം വാക്യത്തിൽ പറയുന്നത്, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇനി ആത്മീയ കാര്യങ്ങളിലേക്ക്, നിങ്ങൾ വെള്ളത്തിൽ കളിക്കരുതെന്നും പുറത്തിറങ്ങരുതെന്നൊക്കെ ഉള്ളൊന്ന് വിട്ടേച്ച് ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ദൈവം പറഞ്ഞു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, അന്യദൈവം അരുത് എന്ന് പറഞ്ഞുടനെ ഉണ്ടാക്കിയാൽ എന്ത് പറ്റും? ഒന്നുണ്ടാക്കി നോക്കിയാലോ. കാരണം ജഡം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് ദൈവത്തോട് ശത്രുതയിലാണ്. അത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കൊന്നും കീഴ്പ്പെടുന്നില്ല. നാം 2 വാക്യങ്ങളും കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ശത്രുതാ മനോഭാവം, ആത്മീയരെന്ന് പറഞ്ഞിട്ട് ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയരായിട്ടില്ല, നിങ്ങളിപ്പോൾ നിയമവാദികളാണ്. അതുകൊണ്ടാണ് ഓരോരോ പ്രോബ്ലം പറഞ്ഞ്, അല്ലേ, സഭകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചൊന്നും അല്ല ആളുകളുടെ വഴക്ക്, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. സ്നാനപ്പെടുന്നതിനെക്കുറിച്ചല്ല വഴക്ക്. സഭകൾ സ്പ്ലിറ്റ് ആകുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിയമങ്ങളാണ്. അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ,
അത് അവിടെ നോക്കാമോ, ഇവിടെ ഇരിക്കാമോ എന്നൊക്കെ ചോദിച്ചാണ് പലപ്പോഴും പിണങ്ങുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ, കടിക്കാനും തിന്നാനും തുടങ്ങിയാൽ നിങ്ങൾ വളർന്നു വരുന്നതിന് പകരം ഒരുവനാൽ ഒരുവൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഒരു വിശ്വാസിക്ക് പിടിക്കരുത്, തൊടരുത്, രുചിക്കരുത് ഇങ്ങനെയുള്ള മാനുഷിക ചട്ടങ്ങളല്ല പ്രധാനപ്പെട്ടത്. അത് നമ്മളെ നിയമവാദികളാക്കി മാറ്റും. വി വിൽ ബിക്കം സ്ലേവ്സ് ഓഫ് ലോസ്. നിയമങ്ങളുടെ, പ്രമാണങ്ങളുടെ അടിമകളായിട്ട് നമ്മൾ മാറും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളാണ് ഇപ്പം ഞാൻ വായിച്ചത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? നിങ്ങൾ ചട്ടങ്ങൾക്കല്ല കീഴ്പ്പെടേണ്ടത്, ക്രിസ്തുവിനാണ് കീഴ്പ്പെടേണ്ടത്. ആർക്കാണ് കീഴ്പ്പെടേണ്ടത്? ക്രിസ്തുവിനാണ് കീഴ്പ്പെടേണ്ടത്, ചട്ടങ്ങൾക്കല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചട്ടങ്ങൾ, കാരണം ചെല്ലുന്നിടത്തൊക്കെ എന്തുണ്ട്? ചട്ടങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. സ്കൂളിൽ ചെന്നാൽ റൂൾസ് ഉണ്ട്, വീട്ടിൽ വന്നാൽ റൂൾസ് ഉണ്ട്, കടയിൽ ചെന്നാൽ റൂൾസ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പാദരക്ഷകൾ പുറത്തിടുക, ഓരോന്നിൻ്റെ അടുത്തും തൊടരുത്, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും എന്തുണ്ട്? നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ആലോചിച്ച് നോക്കിയേ. റൂൾസ്, റെഗുലേഷൻസ്. ഇങ്ങനെ നമ്മൾ വളരെ പ്ലെയിനായിട്ട് കാര്യങ്ങൾ ചെയ്തു പൊക്കോണം എന്നൊരു ചിന്തയാണ് എവിടെ ചെന്നാലും. അതുകൊണ്ട് സഭയിൽ വരുമ്പോഴും നമ്മുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, പിടിക്കരുത്, തൊടരുത്, രുചിക്കരുത്, നോക്കരുത്, ഇരിക്കരുത്, നിൽക്കരുത്, ഇങ്ങനെ കംപ്ലീറ്റ് മൊത്തത്തിൽ അരുതുകളുടെ ഒരു പരമ്പരയാണ് ദൈവസഭയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. പിന്നെയും നിങ്ങളെ ആരാണ് അടിമത്തത്തിൻ്റെ കീഴിൽ കുടുക്കിക്കളഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് കുറേ നിയമങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്. 2 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയായിട്ട്. 1, ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. 2, ന്യായപ്രമാണം എന്നിൽ മോഹത്തെ ജനിപ്പിച്ചിട്ട് ഞാൻ പാപം ഉള്ള ഒരാളാണെന്നുള്ള അറിവ് എനിക്ക് നൽകുന്നു, അത് ജീവൻ വെക്കുന്നു. ന്യായപ്രമാണം പാപത്തെ, നിർജീവമായി കിടന്ന പാപത്തെ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പ്രമാണത്തെ സജീവമാക്കി എടുക്കുന്നു. 3-ാമതായിട്ട് ന്യായപ്രമാണം എന്നെ കൊല്ലുന്നു. 7-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു, കൽപ്പന എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. 7-ന്റെ 10-11 വാക്യങ്ങൾ. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. എനിക്ക് ജീവൻ വരാൻ വേണ്ടിയാണ് കൽപ്പന തന്നതെങ്കിലും ഈ കൽപ്പന കിട്ടിയതോടുകൂടി ഞാൻ ജീവന് പകരം എന്തിലേക്ക് പോയി? മരണത്തിലേക്ക് പോയി. കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു, മരണത്തിന് കാരണമായി തീർന്നു. വീണ്ടും പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. പാപത്തിന് ചാൻസ് കിട്ടി. നേരത്തെ പറഞ്ഞില്ലേ, പാപം എന്നിൽ സജീവമായി, അതെന്നെ ചതിച്ചു, അതെന്നെ കൊന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ പാപം ചെയ്യാൻ തജ്ജന്യമായിട്ട് ഞാൻ മരണത്തിന് വിധേയനാകാൻ ഇടയായി തീർന്നു. നമുക്ക് ഗലാത്യ ലേഖനം ഇതിനൊരു പാരൽ ലേഖനമാണ്. അതുകൊണ്ട് ഗലാത്യ സഭക്കാർ ഇതെല്ലാം ചെയ്യാൻ ശ്രമിച്ച ഒരു കൂട്ടരാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ ഗലാത്യ ലേഖനം കൂടെ റോമാലേഖനം 6-7 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടെ എടുത്ത് വെച്ച് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു വാക്യം മാത്രം വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ പാപത്തിന്റെ കീഴ് അടച്ച്, നേരത്തെ പറഞ്ഞല്ലോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നിട്ട് വേണം ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ നാം പുതുജീവനിലേക്ക് വരാനായിട്ട്. അതുകൊണ്ട് ലോ കനോട്ട് ഗിവ് യു ലൈഫ്, റാദർ ഇറ്റ് കിൽസ് യു. ന്യായപ്രമാണത്തിന് ഒരിക്കലും നിങ്ങൾക്ക്
ജീവൻ തരാനായിട്ട് കഴിയുകയില്ല. അത് നിങ്ങളെ ചതിക്കുകയും അത് നിങ്ങളെ കൊല്ലുകയും. അതുകൊണ്ട് ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു, പാപത്തെ എന്നിൽ സജീവമാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചതിക്കപ്പെടുകയും ഞാൻ മരണത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ന്യായപ്രമാണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത ഇത് നമ്മളെ ആരെയും ബാധിക്കുന്നില്ല എന്നാണെങ്കിൽ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതെന്നുള്ളതും കൂടി ഇടയ്ക്കൊന്ന് നോക്കുന്നത് അത്യാവശ്യമാണ്. വെറും ഒരു തിയററ്റിക്കൽ ലേണിംഗ് അല്ല ഇത്. ആർ യു ഫോളോയിങ്? അതായത് തിയറിയാണ്. അതിപ്പോൾ ഇത് പറയുന്ന മുഴുവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആരെക്കുറിച്ചൊക്കെയോ യഹൂദന്മാരെക്കുറിച്ചോ ഒക്കെയാണ്. അവർക്കാണല്ലോ ന്യായപ്രമാണം ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കാതെ രക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വന്നേ. കാരണം ഇതൊക്കെ ആരോടായി പറഞ്ഞത്? 6-ാം അധ്യായവും 7-ാം അധ്യായവും ആരോടാണ് പറഞ്ഞത്? രക്ഷിക്കപ്പെട്ടവരോടാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം, അവർ നിയമവാദികളായിട്ട് മാറുകയാണ്. അവർ നിയമവാദികൾ, ലീഗലിസ്റ്റിക്കായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിയമങ്ങൾ നമ്മളെ വളർത്തുന്നില്ല, നിയമങ്ങൾ നമ്മളെ നന്നാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിയമങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പാപത്തെ വെളിപ്പെടുത്തി, പാപത്തെ സജീവമാക്കി, അതെന്നെ ചതിച്ചു, അതെന്നെ കൊന്നു. അപ്പോൾ നമ്മൾ സഭയിലും കുറേ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, ചില സഭകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെ നിയമങ്ങൾ. ചില പാസ്റ്റർമാരിത് നിർബന്ധമായിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദേ നെവർ ഗ്രോ സ്പിരിച്വലി. അവർ പല വിശ്വാസികളും വളരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഐ റിപ്പീറ്റ്, അനേകം വിശ്വാസികളും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വളരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ നിയമത്തിന് അടിമകളാകുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ നിയമത്തിന്, ആ നിയമം അനുശാസിക്കുവാൻ അവരുടെ മേൽ ഒന്നുകിൽ സുവിശേഷം പറഞ്ഞവരോ അല്ലെങ്കിൽ അവർ വന്നു ചേർന്ന സഭയോ സഭയുടെ പാസ്റ്ററോ, നിങ്ങൾ മെൻ്ററെന്ന് കണക്കാക്കുന്ന ആളോ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയ പ്രഭാഷകനോ ആരോ നിങ്ങളെ അടിമപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നതൊക്കെയാണ് നമ്മളുടെ നിയമങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ നാം ആത്മീയമായിട്ട് വളരുകയില്ല, നാം ആത്മീയമായിട്ട് ഫലം കായ്ക്കുകയില്ല, നമ്മുടെ വളർച്ച മുരടിച്ചു പോകും. പലരും സഭ മാറുന്നത് കൊണ്ടാണ്. പലരും നിങ്ങൾ സഭ മാറിയിട്ടുള്ള പല ആളോടും ചോദിച്ചു നോക്കിയാൽ അവിടെ നിന്ന് രക്ഷയില്ലെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ശരിയാകുകയില്ല, അവിടെ നിന്ന് മുന്നോട്ട് പോകാനൊരു സാഹചര്യമില്ല, അവിടെ പാസ്റ്റർ നമ്മളെ തല പൊക്കിക്കുകയില്ല, അടിച്ച് താഴെ ഇട്ട് കളയും. വല്ല കാര്യം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം മൊത്തം നിയമങ്ങളാണ്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, തൊടരുത്, ഇങ്ങനെയെല്ലാം അരുതുകൾ വെച്ച് ആത്മീയ ജീവനെ നിഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ ലീഡേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ആരെങ്കിലും സ്പിരിച്വൽ ലീഡേഴ്സ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിലോ അല്ലാതെയോ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നെവർ ഡിക്റ്റേറ്റ് റൂൾസ്, ഡോണ്ട് ബിക്കം. നിങ്ങൾ വിശ്വാസത്തിൽ കർത്തൃത്വം എടുക്കുവാൻ പാടില്ല. കൊരിന്ത്യർ ലേഖനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ കർത്തൃത്വമില്ല, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് സഹായികളത്രേ. യു ലേൺ ഫ്രം പോൾസ് ആറ്റിറ്റ്യൂഡ്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ എന്തില്ല, കർത്തൃത്വമുള്ളവരല്ല. അത് തന്നെയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇടയന്മാരെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇടവകകളുടെ മേൽ, ഇതൊക്കെ ഒന്ന് നമ്മുടെ പുസ്തകത്തിലുണ്ടോയെന്ന് ഓർക്കണം കേട്ടോ. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അധികാരങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുന്നവരായിട്ടല്ല. പിന്നെ എങ്ങനെയായിരിക്കണം? മാതൃകയുള്ളവരായിരിക്കണം, മോഡൽസ് ആയിരിക്കണം. അപ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരും നിയമവാദികളുമായാൽ നിങ്ങൾ ആത്മീയമായിട്ട് വളരുകയില്ല. വായിക്കണോ? വാക്യം വായിക്കണമെങ്കിൽ വായിച്ചോട്ടെ സാജൻ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും.
മറ്റേ വാക്യം കൂടി വേണ്ടേ? കൊരിന്ത്യർ ലേഖനത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വാക്യം. ആ വാക്യം അത്യാവശ്യം കാണേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, 24-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല. കണ്ടോ, ദൈവം നമ്മളെക്കുറിച്ച്, നേതാക്കന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരാളുടെ വിശ്വാസത്തിൻ്റെ മേലും എനിക്ക് എന്തില്ല. സമയമെടുത്ത് ബോധ്യപ്പെട്ടാൽ മതി കേട്ടോ. ഒരു നേതാവിനും ഒരു പാസ്റ്റർക്കും വിശ്വാസത്തിൻ്റെ മേൽ എന്തില്ല? കർത്തൃത്വമില്ല. വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ എനിക്കൊരു കർത്താവേ ഉള്ളൂ. നമുക്ക് എല്ലാവരും ഒന്ന് കൺവിൻസ്ഡ് ആകണേ. നമുക്ക് എത്ര കർത്താവുണ്ട്? നമുക്ക് ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുമുണ്ട്. അത് കൂടുതൽ സങ്കീർത്തനത്തിൽ ചെന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് പല കർത്താക്കന്മാരും ഉണ്ടായിരുന്നു. 16-ാം സങ്കീർത്തനം. നീ അല്ലാതെ പല കർത്താക്കന്മാരും, എന്നാൽ ഇപ്പോൾ നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയും ഇല്ല. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. എൻ്റെ മേൽ കുതിര കയറിയിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരൊറ്റ കർത്താവ് മാത്രമേ ഉള്ളൂ. അതാണ് രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. യേശു എൻ്റെ കർത്താവും എൻ്റെ നാഥനും ആയി ഞാൻ അവനെ അങ്ങനെ അംഗീകരിച്ചു. അപ്പോൾ നമുക്ക് ഈ വാക്യം മുഴുവനായിട്ടൊന്ന് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതിന് വേണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. വി ആർ ഓൾ അതുകൊണ്ടാണ് സഭയിലൊക്കെ വരുമ്പം അന്യോന്യം പ്രബോധിപ്പിക്കണം. അന്യോന്യം പാരപണിയണമെന്നല്ല പറഞ്ഞത്. അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം, അന്യോന്യം എൻകറേജ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. നാം അന്യോന്യം എന്തായിരിക്കണം? സഹായികൾ, മ്യൂച്വൽ ഹെൽപ്പേഴ്സ്. ദിസ് ഈസ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയത എന്ന് പറയുന്നത് നാം അന്യോന്യം സഹായിക്കണം. അല്ലാതെ നിയമങ്ങൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ, നിനക്കുള്ള നിയമം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെന്ന്. നിനക്കുള്ളത് നിൻ്റെ വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിലുണ്ട്. ആഹാരം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അവിടെ എന്നെ ദൈവം നടത്തിയ വഴികൾ എനിക്കുള്ളതാണ്, നിങ്ങളെ നടത്തിയത് നിങ്ങൾക്കുള്ളതാണ്. അത് എൻ്റെ അനുഭവങ്ങൾ ഒന്നിൻ്റെ അടിസ്ഥാനമല്ല. ഐ റിപ്പീറ്റ്, എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിയമങ്ങൾ എല്ലാം നമ്മൾ അറിയേണ്ടതൊക്കെ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് നിയമമല്ല, അതിനേക്കാൾ കൂടുതൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾസാണ്, തത്വങ്ങളാണ്. ആ തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നേതാക്കന്മാർ നിയമങ്ങൾ ഉണ്ടാക്കി ആരെയും എന്ത് ചെയ്യരുത്? അടിച്ചേൽപ്പിക്കരുത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കുന്നത് നല്ലതാണ്. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി പല കാര്യങ്ങളും വിലക്കും. ചില ആഹാരങ്ങൾ കഴിക്കരുത്, വിവാഹം കഴിക്കരുത്, അത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. അപ്പം നിന്നോട് വിവാഹം കഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ നീ കഴിക്കണ്ട. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. അത് മറ്റൊരുത്തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ളതല്ല. ചായ കുടിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ കുടിക്കണ്ട. പക്ഷേ ചായ കുടിക്കുന്നവരെല്ലാം മോശക്കാരാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മതി എന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം, അത് മാത്രം കഴിച്ചാൽ മതി. നാട്ടിൽ ആരെങ്കിലും നോൺ വെജ് കഴിച്ചാൽ ഉടനെ നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ റോമാലേഖനത്തിൻ്റെ 14-15 അധ്യായത്തിലെത്തും. അപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് മറ്റു വിശ്വാസികളെ ബഹുമാനിച്ച് അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം പാഠമുണ്ട്. അതുകൊണ്ട് ബലഹീന വിശ്വാസികളുടെ മേൽ കുതിര കയറാനല്ല, പുതിയ വിശ്വാസികളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നേതാക്കന്മാരും ശ്രദ്ധിക്കണം, വിശ്വാസികളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ തല ഇങ്ങനെയുള്ളത് കൊണ്ട് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. നിങ്ങൾ ആരുടെയും മേലൊന്നും അടിച്ച് ഏൽപ്പിക്കുകയും അരുത്. അങ്ങനെ വരുമ്പോൾ
നമ്മളുടെ വളർച്ച മുരടിച്ചു പോകും. ആത്മീയമായിട്ട് നമുക്ക് വളരാനായിട്ട് കഴിയുകയില്ല. നിയമങ്ങൾ ആത്മീയതയെ നിഗ്രഹിക്കും. നിയമങ്ങൾ ആത്മീയതയെ നിഗ്രഹിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കിൽ സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളോട് പറയുന്നത്, ആത്മീയത ആചാരങ്ങളല്ല, അനുകരണങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല. ആത്മീയത എന്ന് പറയുന്നത് അനുകരണമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവിനെ അനുകരിക്കുന്നതല്ല, എന്തെങ്കിലും പുതിയൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ആചരിക്കുന്നതല്ല. എന്താണ് ആത്മീയത? നിങ്ങൾക്കും കർത്താവിനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം. ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടു. എന്തിനാണ് സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനോട് ചേരുവാൻ. ക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ പിന്നെ ആരോട് തന്നെ ചേർന്നിരിക്കണം? ക്രിസ്തുവിനോട് തന്നെ ചേർന്നിരിക്കണം. അവനാണ് നിങ്ങളുടെ കർത്താവ്, അവനാണ് നിങ്ങളുടെ നാഥൻ, അവനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നോ ഹ്യൂമൻ ടീച്ചർ ക്യാൻ ടേക്ക് ദ പ്ലേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു കയറുവാൻ ഒരു മാനുഷിക പാസ്റ്റർക്കും ഒരു അധ്യാപകനും ഒരു ഭരണകർത്താവിനും അധികാരം ഇല്ല. അങ്ങനെ ആരും അധികാരം എടുക്കരുത്. അധികാരത്തിന് ആ തരത്തിൽ വിധേയപ്പെടുകയും ചെയ്യരുത്. ഏറ്റവും അധികാരമുള്ളതും ഉന്നതസ്ഥാനീയനും രാജാധി രാജാവും കർത്താധി കർത്താവും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ സഭയിൽ ഒരു നിഷേധിയായിട്ട് പെരുമാറണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആരും ചിന്തിക്കരുത്. കാരണം ഇതൊന്നും പറയാൻ മേലാത്ത കാലമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പോൾ സാറ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത് സഭയിലെല്ലാവരും നിഷേധികളായിരിക്കണം, പാസ്റ്ററേയും ആരെയും അനുസരിക്കരുത് എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ ഗ്രഹിക്കണം. നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ദ ഫൈനൽ വേർഡ് അബൌട്ട് അവർ ലൈഫ് ആൻഡ് ഇറ്റേണിറ്റി കംസ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. നമ്മളെക്കുറിച്ചുള്ള അവസാന വാക്ക് എവിടുന്നാണ് വരുന്നത്? ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നല്ല, യേശു ക്രിസ്തുവിൽ നിന്നാണ്. അതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യേണ്ട പുസ്തകം വ്യാഖ്യാന പുസ്തകങ്ങളല്ല, ഉപദേശ പുസ്തകങ്ങളല്ല. ഏത് പുസ്തകമാണ്? വേദപുസ്തകം. വേദപുസ്തകത്തിനൊപ്പം വെക്കാനുള്ള ഒരു പുസ്തകവും ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആ പുസ്തകം അങ്ങനെ തന്നെ, അതിനോടൊന്നും കൂട്ടരുത്, അതിൽ നിന്നൊന്നും കുറയ്ക്കുകയും അരുത്. എങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? വ്യാഖ്യാനത്താൽ, ബൈ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇതിനെ പലതരത്തിൽ വികലമാക്കി ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന നേതാക്കന്മാർ ശ്രദ്ധിക്കുക, വിശ്വാസികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആത്മീയ വളർച്ച മുരടിച്ചു പോകും. അതുകൊണ്ട് യേശുവിനെ കർത്താവായി അംഗീകരിക്കുക, അവന് തന്നെ വിധേയപ്പെട്ടിരിക്കുക. വേദപുസ്തകം നിങ്ങളുടെ പ്രമാണ പുസ്തകമായിട്ടിരിക്കുക. ആ പുസ്തകം തന്നെ നിങ്ങൾ വായിച്ച് മുന്നോട്ട് പോവുക. ഒരു ഉപദേശവും പരിശുദ്ധാത്മാവിന് പകരമാകുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കേണ്ടതും നടത്തേണ്ടതും അനുസരിക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് മെൻ ആൻഡ് ബുക്സ്, ആളുകൾക്കും പുസ്തകങ്ങൾക്കും ഒരുപാട് അറിവ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അത് ഞാൻ നിഷേധിക്കുന്നില്ല. മെൻ ആൻഡ് ബുക്സ് ക്യാൻ ഗിവ് യു ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ ഇപ്പം മെന്നും ബുക്കും ഒന്നും വേണ്ട, ഇൻ്റർനെറ്റിൽ കയറിയാലും മതിയല്ലോ. എവ്രിതിങ് ഈസ് ഇൻ ദ നെറ്റ്, അല്ലേ? സോ നോട്ട് ഓൺലി മെൻ ആൻഡ് ബുക്സ്. പഴയ കാലത്തായിരുന്നു മെൻ ആൻഡ് ബുക്സ്. ഈ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ഈസ് അറ്റ് യുവർ ഫിംഗർ ടിപ്പ്. നിങ്ങൾക്ക് അറിവ് കിട്ടാനായിട്ട് എന്തെല്ലാം വഴികളാണ് ഉള്ളതെന്ന് ഓർക്കുക. എന്നാൽ ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഇല്യൂമിനേറ്റ് യു, ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഇൻസ്പയർ യു, ആൻഡ് ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ട്രാൻസ്ഫോം യു. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. ഐ റിപ്പീറ്റ്, ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവ് തരുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച്, ആത്മീയ സത്യങ്ങൾ നമുക്കൊരു പ്രചോദനമായി വന്ന് അതെൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആര് പ്രവർത്തിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശു. അപ്പോൾ ഇത് വിട്ടിട്ടുള്ള ഏത് കളിയും നിങ്ങളെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാനിതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ എനേബിൾ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ഈ വെച്ചുള്ളതായതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എൻലൈറ്റൻമെൻറ്റ്, എനേബിൾമെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ് കംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്ന മലയാളി അതിൻ്റെ മലയാള അർത്ഥം പലപ്പോഴും ഉൾക്കൊള്ളുന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മലയാള അർത്ഥം കൂടെ പറയാൻ പോവുകയാണ്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക. നിങ്ങളൊരു ഡിക്ഷണറിയോ നിങ്ങളുടെ മൊബൈൽ ഡിക്ഷണറി കാണുമല്ലോ, അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. എൻലൈറ്റൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം
തെറ്റായ അന്ധമായ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങൾക്ക് പരിജ്ഞാനം നൽകുക, നിങ്ങളെ ബോധദീപ്തമാക്കുക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോധദീപ്തം. നിങ്ങളുടെ ബോധത്തിന് ഒരു വെളിച്ചം വെക്കാൻ, സുബോധമുള്ളവരായിട്ട് നിങ്ങളെ മാറ്റുക. ആരുടെയെങ്കിലും അടിമയായിട്ട് കിടക്കാനോ അല്ലെങ്കിൽ ഒരന്ധമായ വിശ്വാസത്തിന് അടിമയായിട്ട് കിടക്കുവാനോ രക്ഷിക്കപ്പെട്ട ഒരാളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതരായി പരിജ്ഞാനം പ്രാപിച്ച് ബോധത്തിന് ദീപ്തി വെക്കുന്നതിനാണ് എൻലൈറ്റൻ എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ എനിക്ക് സുബോധം വന്നു, ഞാൻ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതനായി, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി സ്വീകരിച്ചു, വേദപുസ്തകം ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നു, ഈ വെളിച്ചത്തിലേക്ക് വരണം. എനേബിൾമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് ഇല്ലാത്ത കഴിവ് തരും, എനിക്കില്ലാത്ത കഴിവ് അത് എന്നെ പ്രാപ്തനാക്കും, കഴിവ് തരും, പ്രാപ്തനാക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ 8-ാം അധ്യായത്തിൽ ഇതാ ഇനി പഠിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ പ്രാപ്തനാക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് പ്രാപ്തിയില്ലാത്ത എല്ലാ കാര്യത്തിലും പ്രാപ്തി ഉണ്ടാകും. ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ പറയുന്നത്, എനിക്ക് കൃപ തന്ന് എന്നെക്കൊണ്ട് ഈ പ്രസംഗം നിവർത്തിപ്പിച്ചു, എന്നെ ഇങ്ങനെ നിർത്തുന്നു, നിന്നതല്ല എന്നെ നിർത്തിയതാണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എനിക്ക് കഴിവ് തരുന്നു, എനിക്ക് പ്രാപ്തി തരുന്നു. എംപവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തുക എന്നാണ്, ചുമതലപ്പെടുത്തുക എന്നാണ്. എന്നെ അധികാരപ്പെടുത്തുന്നു, എന്നെ ചുമതലപ്പെടുത്തുന്നു. എനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് എനിക്ക് അധികാരം തരുന്നു, എന്നെ ചുമതലപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് അതിന് മുമ്പും പറഞ്ഞ ഒരു ഉദാഹരണം ഓർത്താൽ, ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് വില്ലേജ് ഓഫീസറെ ഇലക്ഷൻ ഓഫീസറായിട്ട് അധികാരപ്പെടുത്തുന്നു, ചുമതലപ്പെടുത്തുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ ആ ഉത്തരവാദിത്വം, ഇപ്പം പാർലമെൻറ്റിലെ ഇലക്ഷൻ ആയതുകൊണ്ട് അവരെ അധികാരപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നെങ്കിൽ ആരെയായിരുന്നു അധികാരപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ഇലക്ഷനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലെന്ന് തോന്നുന്നല്ലേ? അതാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസേഴ്സിനെയാണ് അധികാരപ്പെടുത്തുന്നത്. ഓരോന്നിനും ഓരോ തലമുണ്ട്. അതുകൊണ്ട് MLA MP ഇലക്ഷന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെയാണ് അധികാരപ്പെടുത്തുന്നത്. പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിൽ പഞ്ചായത്ത് ഒഫീഷ്യൽസിനെയാണ് അധികാരപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചുമതലപ്പെടുത്തുന്നു, അധികാരപ്പെടുത്തുന്നു. മലയാളം വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചുമതലയും അധികാരവും കഴിവും പ്രാപ്തിയും അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനവും എല്ലാം നൽകുന്നത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, മനുഷ്യരല്ല. മനുഷ്യർ നമ്മളെ തെറ്റായ പ്രമാണങ്ങളുടെ എല്ലാം പിന്നാലെ കൊണ്ടുപോകും. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ? അത് നമ്മളെ കൊല്ലുന്നതാണ്. അതുപോലെ തന്നെ സഭയിലും ആത്മീയ ജീവിതത്തിൽ നമുക്കുള്ളൊരു അപകടം, നാം ആളുകൾക്കോ പ്രമാണങ്ങൾക്കോ വിധേയപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ച ആത്മീയ ജീവിതം ഇല്ലാതായി പോകും. കാരണം ജീവൻ തരാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവനാണ് നമ്മളിലേക്കും ഒഴുകേണ്ടത്. മനുഷ്യരിലായാലും അങ്ങനത്തെ ഒരു ജീവൻ ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ്റെ ജീവൻ ക്ഷണഭങ്കുരമാണ്. എന്നാൽ നിത്യജീവൻ, അവസാനിക്കാത്ത എവർ ലാസ്റ്റിംഗ് ലൈഫ് ഉള്ളത് ആർക്കാണ്? യേശുവിനാണ്. അതുകൊണ്ടാണ് യേശുവിന് വിധേയപ്പെടണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മ. മനുഷ്യൻ്റെ കഴിവുകൾക്കും അറിവിനും അവൻ്റെ ജീവനും എല്ലാം പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായിട്ടിരിക്കുന്നത് നമ്മുടെ യേശു. ഇങ്ങനെ ഒരാളുള്ളപ്പോൾ പിന്നെ ഇതിന് ആളുകൾക്ക് വിധേയപ്പെടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ യേശു ഇത്ര പ്രഭാവാനായിട്ടിരിക്കുമ്പോൾ അതുപോരെ? യെസ്, അത് മതിയല്ലോ. അത് മനസ്സിലായ ഒരു പാട്ടുകാരനാണ് നീ മാത്രം മതി എന്നൊക്കെ പാട്ട് എഴുതിയത്. വേറെ ആരും വേണ്ട, എനിക്ക് നീ മാത്രം മതി. നാലാമത്, നമുക്ക് മുമ്പോട്ട് പോകാം. നാലാമത് ന്യായപ്രമാണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ന്യായപ്രമാണം എൻ്റെ പാപത്തിൻ്റെ ശക്തി, അതിൻ്റെ പ്രകൃതം എന്തുമാത്രം മോശമാണെന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. 12-13 വാക്യങ്ങൾ, 7-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാര്യമായി തീർന്നു എന്നോ, ഒരു നാൾ വലുത് പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. പാപം കൽപ്പനയാൽ, 13-ാം വാക്യം ശ്രദ്ധിക്കുക, പാപം കൽപ്പനയാൽ അത്യന്തം പാപമായി തീർന്നു. മലയാളത്തിലെ ആ പ്രയോഗം നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. അത്യന്തം പാപം എന്ന് പറഞ്ഞാൽ
ഇറ്റ് റിവീൽസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. ദ ലോ റിവീൽസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വി നെവർ വോണ്ട് ടു സീ ദ സിൻഫുൾനെസ് ഓഫ് സിൻ. പാപം എന്തുമാത്രം വൃത്തികെട്ടതാണെന്ന് കാണാൻ നമുക്ക് താല്പര്യമില്ല. അതിന് നിങ്ങൾ പാപത്തിനിടുന്ന ഓമനപ്പേരുകൾ ഒന്ന് കണ്ടാൽ മാത്രം മതി. പാപത്തിന് ഒത്തിരി ഓമനപ്പേരുകളില്ലേ? എന്താ? എനിക്കൊരു വീഴ്ച പറ്റി, എനിക്കൊരു തെറ്റ് പറ്റി, അതെ, എനിക്കൊരു ബലഹീനത ഉണ്ടായി, എനിക്കൊരു അബദ്ധം പറ്റി, എന്ത് ചെയ്യാൻ അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഞാൻ പാപം ചെയ്തെന്ന് ഒരിക്കലും പറയുകയില്ല. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നതായിരിക്കുന്നു. പാപത്തിന് നമ്മൾ എന്ത് പേരിടുന്നു? ഓമനപ്പേരുകളിടുന്നു. നല്ല ഭംഗിയുള്ള പേരുകൾ ഇട്ടിട്ട് അതിനെ മനോഹരമായിട്ട് നമ്മളുടെ കൂടെ എന്നിട്ട് ചോദിക്കും, ആരാ വീഴാത്ത, ആർക്കാ അബദ്ധം പറ്റാത്തത്, ആരാണ് തെറ്റ് ചെയ്യാത്തത്? അതെല്ലാവർക്കും, ഞങ്ങൾ കുടുംബമായിട്ട് ഈ വീഴ്ച, പിന്നെ എല്ലാ മനുഷ്യനും ഒരു ബലഹീന സ്പോട്ടുണ്ട്. ഇത് ഇല്ലാത്തവരാരാ ഉള്ളത്? ബലഹീനതയുണ്ട്, തെറ്റുണ്ട്, അബദ്ധമുണ്ട്. പാപമല്ല, വീഴ്ച, തെറ്റ്, ബലഹീനത, അബദ്ധം, ഇങ്ങനെയുള്ള നല്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്ത കാര്യത്തെ നോക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെറുതും വലുതുമായ പാപങ്ങളില്ല. പാപം ഈസ് പാപം. പാപം പാപമാണ്, അല്ലേ? അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ചെറുതാണെങ്കിൽ ഒരു ഗുണമുണ്ട്, അത് വളർന്ന് വലുതായിക്കോളും. ഞാൻ പണ്ടൊരു കഥ പഠിച്ചിട്ടുണ്ട്, ചെറിയ പുള്ളിപ്പുലികൾ വലിയ പുള്ളിപ്പുലിയാവും. ഈ ജംഗിൾ ഡോക്ടേഴ്സ് ടെയിലിനകത്തുള്ളതാണ്. ഒരു ഹണ്ടർ പോയപ്പോൾ ഒരു കൊച്ചു പുള്ളിപ്പുലിയെ കിട്ടി. അപ്പോൾ ഇതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയപ്പോൾ ആളിലൊക്കെ പറഞ്ഞു, വളർത്തരുത്, ഇത് അപകടകാരിയാണ്, എന്തെങ്കിലും ഒരു ദിവസം ഇത് നിനക്ക് അന്തകനായിട്ട് മാറും. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ, ഈ ഇത്രയും കൊച്ചു പുള്ളിപ്പുലി എങ്ങനെയാണ് കൊന്നു കളയുന്നത്? ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. പൂച്ചയെ പോലെയൊക്കെ ഇരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞത് വളർന്ന് വലുതായപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം ഈ വേട്ടക്കാരൻ വീട്ടിലില്ലാത്ത സമയത്ത് കൊച്ചിൻ്റെ കാല് മുറിഞ്ഞു. സ്നേഹം കൊണ്ട് പുലി എന്ത് ചെയ്ത് കൊടുത്തു? നക്കിക്കൊടുത്തു. അപ്പോഴാണ് ആ ചോരയുടെ ടേസ്റ്റ് പുള്ളിക്ക്. നക്കി 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 കൊച്ചിനെ തന്നെ അകത്താക്കി അവൻ്റെ തനി സ്വഭാവം പുറത്തേക്കെടുത്തു. പല ഈ പുലികൾ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കാത്തത് ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ ഇതിനെ കേജിനകത്ത് അടച്ചേക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരും അറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ അപകടകാരികളാണെന്ന് ഞാൻ പറഞ്ഞു. അടച്ചിട്ടേക്കാണ്, എൻ്റെ ഉള്ളിൽ അത് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നത്, എൻ്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ലെന്ന്, ഞാനത് പുറത്തെടുക്കും എന്നൊക്കെ ആരെ വിശ്വാസിയുടെ കാര്യമാണ് പറയണത്. സഭയിലൊരു വഴക്കുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരട്ടെ, അപ്പം ചിലപ്പം അങ്ങനെയൊന്നും പറയത്തില്ല, തനി സ്വഭാവം ഇങ്ങ് വരും. ഒരു കമ്മിറ്റി മീറ്റിംഗ് കൂടിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളിൽ പ്രാകൃത മനുഷ്യനുണ്ടോ, ജഡീക മനുഷ്യനുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അകത്തിരിക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ന്യായപ്രമാണം വേണം. ദ ട്രൂ നേച്ചർ ഓഫ് സിൻ, പാപത്തിൻ്റെ ആ തനി സ്വരൂപം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ, ദ വിക്കഡ്നെസ് ഓഫ് സിൻ, അതെത്ര വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇത് അനുകരണീയമല്ല, ഇതെൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട സാധനമല്ല, അതിനെ എതിർക്കണം, അതിനെ ജയിക്കണം എന്നെനിക്ക് അവബോധം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രമാണം വെച്ചിട്ട് അതിൻ്റെ സിൻഫുൾനെസ് എത്രയാണെന്നുള്ളത് ആരെങ്കിലും എനിക്ക് കാണിച്ചു തരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നത് 4 പ്രധാനപ്പെട്ട മിനിസ്ട്രീസാണ്. ഒന്ന്, ഇറ്റ് റിവീൽസ് സിൻ. രണ്ടാമത്, ഇറ്റ് അറൗസസ് സിൻ, ഇറ്റ് കിൽസ് ആൻഡ് ഇറ്റ് ഷോസ് ദി സിൻഫുൾനെസ് ഓഫ് സിൻ. മലയാളത്തിൽ പറഞ്ഞാൽ, എനിക്ക് പാപത്തെ അറിയണമെങ്കിൽ ന്യായപ്രമാണം വേണം, എന്നിൽ മോഹങ്ങൾ ജനിക്കണമെങ്കിൽ ന്യായപ്രമാണം വേണം, എന്നെ ആരെങ്കിലും ചതിച്ച് കൊല്ലണമെങ്കിൽ ന്യായപ്രമാണം വേണം, പാപത്തിൻ്റെ അത്യന്തം പാപകരമായ അവസ്ഥ എനിക്ക് കാണണമെങ്കിൽ ന്യായപ്രമാണം വേണം. ഇത് ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ദ ലോ. ന്യായപ്രമാണം അല്ല വാസ്തവത്തിൽ പ്രശ്നക്കാരൻ. ന്യായപ്രമാണം എന്താണെന്ന് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ന്യായപ്രമാണം വിശുദ്ധമാണ്, ആത്മീയമാണ്, നല്ലതാണ്, ദൈവം തന്നതാണ്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഈസ് മൈ നേച്ചർ. എൻ്റെ പ്രകൃതമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ എൻ്റെ പ്രകൃതത്തിൻ്റെ കുഴപ്പം? അതൊരു പാപപ്രകൃതമാണ്. മൈ സിൻഫുൾ നേച്ചർ. ഇത് രണ്ടും കൂടെ ശരിക്കും ഒത്തുപോവുകയല്ല. എൻ്റെ പാപപ്രകൃതവും ആത്മീയ ന്യായപ്രമാണവും തമ്മിൽ ഒരിക്കലും അഡ്ജസ്റ്റായി പോവുകയില്ല.
അപ്പം ന്യായപ്രമാണം വെച്ചേക്കുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞത്? എൻ്റെ പാപപ്രകൃതത്തെ എനിക്കൊന്ന് അത്രയും മാത്രം ഓർത്താൽ, ഈ 4 പോയിൻ്റ് മറന്നു പോയാൽ പോലും ഒറ്റ കാര്യം ഓർത്താൽ ഇതൊരു കണ്ണാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യാക്കോബ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇത് കണ്ണാടി പോലെയാണ്, ഇത് മെഡിക്കൽ ലബോറട്ടറി പോലെയാണെന്ന്. അതിന് വാക്കിയില്ല, അതെൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ മെഡിക്കൽ ലാബിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് അസുഖമുണ്ട് എന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ണാടി കാണുമ്പോഴാണ് എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നെനിക്ക് അപ്പോൾ എൻ്റെ സിൻഫുൾ നേച്ചർ എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ദൈവം എന്ത് തന്നത്? ന്യായപ്രമാണം. എൻ്റെ സിൻഫുൾ നേച്ചറും ദൈവത്തിൻ്റെ സിൻലെസ് പ്രമാണവും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. അപ്പോൾ അത് ഒരുമിച്ച് ചേർന്ന് പോകണമെങ്കിൽ എനിക്കും ഒരു സിൻലെസ് നേച്ചർ കിട്ടിയെങ്കിലേ, ഒരു ആത്മീയ സ്വഭാവം കിട്ടിയെങ്കിലേ ഈ ന്യായപ്രമാണവും ഞാനും കൂടി പൊരുത്തപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യത്തിലേക്ക്, ഓർ ദിസ് ലീഡ്സ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. നമ്മൾ 3 കാര്യങ്ങളാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്, അല്ലേ? ഒന്നാമത് ന്യായപ്രമാണത്തിൻ്റെ ശക്തി, രണ്ടാമത് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ, അത് രണ്ടും കഴിഞ്ഞു. മൂന്നാമത്തേതിലേക്ക് നമ്മൾ പോകുമ്പോൾ ദി ഇന്നബിലിറ്റി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ പരിമിതി, ന്യായപ്രമാണത്തിൻ്റെ കഴിവുകേട്. ന്യായപ്രമാണത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും തിയറികളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ ഇല്ലേ, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ്, ഈ നിയമം പ്രവർത്തിച്ചാലുള്ള ഗുണങ്ങൾ ഇന്നതൊക്കെയാണ്. ഇപ്പം കോളേജിൽ പഠിച്ചതൊക്കെ പലരും മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഏത് നിയമം പറഞ്ഞാലും പറയും ദർ ആർ സർട്ടൺ എന്നിട്ട് പിന്നെ ഏത് ലോ തുടങ്ങുമ്പോഴും പറയും അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം നേരെ വന്നാൽ ഇത് പ്രവർത്തിക്കുമെന്ന്, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുകയല്ല. അതുകൊണ്ട് ഈ നിയമങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിവുകേടുണ്ട്, പരിമിതിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കിയാൽ, ഒന്നാമത് ദ ലോ കനോട്ട് ചേഞ്ച് യു. ലോ, ന്യായപ്രമാണത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ മാറ്റാൻ, നമ്മളെ ഒരു നല്ല ആളാക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ, ന്യായപ്രമാണം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചെയ്യേണ്ടെന്നല്ല തോന്നുന്നത്. എന്നിട്ട് അപ്പന്മാ അമ്മ പറഞ്ഞ് ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ, നീ അത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അതിന് തമ്മിൽ അടിയും കൂടെ കൂടും, അല്ലേ? അപ്പോൾ ന്യായപ്രമാണം നമ്മളെ സഹായിക്കുന്നോ ഉപദ്രവിക്കുന്നോ? ന്യായപ്രമാണത്തിന് നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ കഴിയുന്നില്ല. അതാണ് നേരത്തെ വായിച്ചത്. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം തന്നിരുന്നുവെങ്കിൽ ഇത് ജീവിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ല, നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുകയില്ല. 14-ാം വാക്യം നമുക്കൊന്ന് വായിച്ചാൽ, 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം വിവരിക്കുന്നത്. ഇപ്പോൾ 14-ാം വാക്യം വായിച്ചാൽ, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇതാണ് പ്രശ്നം. ഇത് രണ്ടും തമ്മിൽ എന്തോ ഒറ്റ വാക്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. ന്യായപ്രമാണം ആത്മീയം, ഞാൻ ജഡമയൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുകയല്ല. ആത്മീയവും ജഡീകവും കൂടെ ഒരുമിച്ച് പോകാൻ ഒക്കുകയില്ല. ഒന്നിൽ ആത്മീയം അല്ലെങ്കിൽ ജഡീകം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയില്ല. 12-ാം വാക്യം കൂടെ വായിച്ചാൽ, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള വാക്യമാണ്. ന്യായപ്രമാണം ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. നമ്മൾ അശുദ്ധരും നല്ലതാണോ നമ്മളത്ര? അല്ല, നമ്മൾ നല്ലവരല്ല, നമ്മൾ ആത്മീയരല്ല, നമ്മൾ ന്യായമുള്ളവരല്ല. പക്ഷെ ന്യായപ്രമാണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? വിശുദ്ധമാണ്, ന്യായമാണ്, നല്ലതാണ്. ഇതൊന്നും നമ്മളിലില്ല. ഇത് രണ്ടും നമ്മളിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ല. എന്നിട്ട് 14-ാം വാക്യം വീണ്ടും വായിച്ചാൽ, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, ഞാൻ ജഡമയൻ. ഐ ആം കാർണൽ, മാൻ ഈസ് കാർണൽ ആൻഡ് ദ ലോ ഈസ് സ്പിരിച്വൽ. ന്യായപ്രമാണം ആത്മീകം, മനുഷ്യർ ജഡീകർ. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുകയില്ല, രണ്ടും കൂടെ ചേരുകയില്ല. ആൻഡ് വൺ കനോട്ട് ട്രാൻസ്ഫോം ദി അതർ. ഒന്നിനൊന്നിനെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, മനുഷ്യപ്രകൃതം എന്താണെന്നുള്ളത് ന്യായപ്രമാണത്തിന് വെളിപ്പെടുത്താനായിട്ട് കഴിയും. വ്യത്യാസപ്പെടുത്താൻ കഴിയുകയില്ല, വെളിപ്പെടുത്താൻ കഴിയും. ന്യായപ്രമാണത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യാൻ, നമ്മളെ വ്യത്യാസപ്പെടുത്താൻ പറ്റുകയില്ല. എന്നാൽ നമ്മൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്താൻ, കാണിച്ചു തരാൻ പറ്റും.